ഹലോ. ഒരു ദിവസം അയാളെ കാണാൻ അയാളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അയാളുടെ വീട്ടിലേക്ക് വന്നു. കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ആ സുഹൃത്ത് അഭിപ്രായപ്പെട്ടു, നിന്റെ വീട്ടിൽ നായകളുടെ മണമാണ്. ഇത് കേട്ടിരുന്ന് അയാൾ സുഹൃത്തിനോട് ചോദിച്ചു, ഒരു നായയുടെ മണം എന്താണെന്ന് നിനക്കറിയാമോ? സുഹൃത്ത് നിശബ്ദനായിരുന്നു. അപ്പോൾ അയാൾ തുടർന്നു, അത് നന്ദി, വിശ്വസ്തത, കുലീനത, വാത്സല്യം, ശുദ്ധവും നിരുപാധികവുമായ സ്നേഹം എന്നിവയുടെ മണമാണ്. ആ നായകൾ കടന്നു പോയാലും ആ വീട്ടിൽ ഒരിക്കലും പകയുടെ ദുർഗന്ധമുണ്ടാവില്ല. എത്രയോ സുന്ദരമായൊരു ജീവിത നിരീക്ഷണം ഈ നായകളെക്കുറിച്ചുള്ള വിവരണത്തിൽ നമുക്ക് വ്യക്തമാണ്. നാം ഓമനിച്ച് വളർത്തുന്ന നായകളും ഒരു പക്ഷേ മറ്റു മൃഗങ്ങളുമൊക്കെ കാണിക്കുന്ന സ്നേഹമോ നന്ദിയോ പലപ്പോഴും നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നാം നിരുപാധികം സ്നേഹിച്ചിട്ടുള്ള, സഹായിച്ചിട്ടുള്ള മനുഷ്യർ നമ്മളോട് കാണിക്കാറില്ല. ഒരു മനുഷ്യൻ നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. നന്ദി എന്നുള്ളത് മനസ്സിൻ്റെ ഒരു സ്ഥായി ഭാവമായിരിക്കണം. എത്രയോ പേരുടെ നിശബ്ദവും നിർബാധവുമായ കരുതലാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് നാം തിരിച്ചറിയുന്നിടത്ത് നന്ദി നമ്മുടെ ഹൃദയത്തിൽ ഇതൾ വിരിക്കാൻ തുടങ്ങും. നാം സ്വീകരിക്കുന്ന ഓരോ നന്മകൾക്കും ഈ പ്രപഞ്ചത്തോട്, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട്, സർവോപരി ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, ഒരു ചെറിയ അനുഗ്രഹത്തിന് പോലും നാം നന്ദി പ്രകടിപ്പിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും സ്വീകരിക്കുന്ന നന്മകളെ വളരെ വേഗത്തിൽ മറന്നു പോകുന്നത് മനുഷ്യരിൽ ഏറിയ പങ്ക് ആളുകളുടെയും ശീലമാണ്. എത്ര നന്ദി പറഞ്ഞാലാണ് നമ്മുടെ ഈ മനുഷ്യ ജന്മത്തിന് നമുക്ക് ദൈവത്തോട് കടപ്പാട് തീരുക? എത്ര നന്ദി പറഞ്ഞാലാണ് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് നന്ദി പറഞ്ഞു തീർക്കാനാവുക? കൂടെ നടന്ന സൗഹൃദങ്ങളോട്, നമുക്ക് തണലായി മാറിയ ഈ പ്രപഞ്ചത്തോട്, ഇവിടുത്തെ പുഴയോടും പൂക്കളോടും, ഇവിടുത്തെ ശുദ്ധവായുവിനോടും, നമുക്ക് ചുറ്റും സഞ്ചരിക്കുന്ന അനേകം മനുഷ്യജന്മങ്ങളോടും, ജീവജാലങ്ങളോടും നിരന്തരം നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നന്ദിയില്ലാത്ത മനുഷ്യരുടെ എണ്ണം പെരുകുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. വളരെ വേഗത്തിൽ വിസ്മൃതിയിലേക്ക് സ്വീകരിച്ചതെല്ലാം മറന്നു പോകുന്ന മനുഷ്യർ. നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥായി ഭാവമായി എപ്പോഴും നന്ദിയോടുകൂടെ നാം സ്വീകരിച്ച നന്മകളെ ഓർക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് ദൈവിക ഭാവമാണ്. ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ ഇതിന് അർഹനാണ് എന്നൊരു ചിന്ത മാത്രം നമുക്കുണ്ടായാൽ നമുക്കൊരിക്കലും നന്ദിയുള്ളവരായി തീരാൻ സാധിക്കില്ല. ലേൺ ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിന്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ പഠിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ശീലിക്കുകയും ചെയ്യുക. നാളത്തെ പ്രഭാതം കാണാതെ പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. സ്വന്തമായി ഒരു നേരത്തെ ആഹാരം വാരി കഴിക്കാൻ സാധിക്കാത്ത മനുഷ്യരുണ്ട്. നടക്കാൻ സാധിക്കാത്ത മനുഷ്യരുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്. കേൾവി നഷ്ടപ്പെട്ടവരുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി എല്ലാം തികഞ്ഞൊരു മനുഷ്യനായി ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ടും ഒരിക്കലെങ്കിലും ആ ദൈവത്തോട് നന്ദി നീ പറഞ്ഞിട്ടുണ്ടോ? എത്രയോ മനുഷ്യരുടെ കരുതലാണ്, വാത്സല്യമാണ് നമ്മുടെ ജീവിതം. നന്ദി മണക്കുന്ന ആ നായ്ക്കുട്ടികളെ പോലെ നമുക്കായിത്തീരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ജീവിതം സുന്ദരമാണ്, മനോഹരമാണ്. നിനക്കതിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. എല്ലാത്തിനോടും, ഈ പ്രപഞ്ചത്തോടും, ദൈവത്തോടും, മനുഷ്യരോടും. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.